പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മയോടൊപ്പം 2-ാം ദിനത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനം ഇതാണ്. ജെറമ്യ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം 20-ാം തിരുവചനം. നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. ദേ നോട്ടിലൊക്കെ ഒന്ന് എഴുതി വെച്ച്, നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനുമായി ഞാൻ നിന്നോട് കൂടെയുണ്ട്, കർത്താവ് അരുളി ചെയ്യുന്നു. പ്രിയമുള്ളവർ, ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. ചില ബന്ധനങ്ങളിൽ നമ്മൾ പോലും അറിയാതെ നമ്മൾ വീണു പോവുകയാണ്. എത്രയേറെ മാറണമെന്ന് ആഗ്രഹിച്ചിട്ടും പരിശ്രമിച്ചിട്ടും വീണ്ടും വീണ്ടും ചില കെണികളിൽ നാം പെട്ടുപോകുന്നു. അത്തരം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി നിരാശ, വളരെയധികം അസ്വസ്ഥതകൾ, ചെയ്യുന്നൊരു കാര്യങ്ങളിൽ ഒരു സന്തോഷവും ഒരു ആനന്ദവും അനുഭവിക്കുവാൻ സാധിക്കാത്ത ചില കെട്ടുപാടുകളിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന ജീവിതം. പരിശുദ്ധ അമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ്, നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ഈ കെട്ടുപാടുകളിൽ നിന്ന് വിടുതൽ നൽകി ദൈവം നമ്മളെ അനുഗ്രഹിക്കും. നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന ചില തിന്മയുടെ ബന്ധനങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് ഇതാ കർത്താവ് നമ്മളെ നയിക്കുമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നിന്നെ രക്ഷിക്കുവാനും മോചിപ്പിക്കുവാനും ഞാൻ നിൻ്റെ കൂടെയുണ്ട്. പ്രിയമുള്ളവരെ, അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, എത്ര സങ്കടത്തോടെ എത്ര അസ്വസ്ഥതയോടെ ഒരു കുഞ്ഞ് തൻ്റെ മാതാവിനെ സമീപിക്കുന്നുവോ അമ്മ നൽകുന്നൊരു ആശ്വാസമുണ്ട്. അമ്മ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ വലിയ അസ്വസ്ഥതകളിൽ നിന്ന് സംരക്ഷണമാണ്. ഇത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ അസ്വസ്ഥപ്പെടുന്ന ചില തിന്മയുടെ ബന്ധനങ്ങൾ, ചില കെട്ടുപാടുകൾ, വിടുതൽ ലഭിക്കേണ്ട ചില മേഖലകൾ ഇതാ ഈ ആരംഭ ദിനങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ്. ലോകാരൂപിയിൽ നിന്നാണ് മോചനം. ഈ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും കർത്താവേ ഞങ്ങൾക്ക് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. പരിശുദ്ധ അമ്മ മാതാവേ, സ്വാതന്ത്ര്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നയിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രിയപുത്രനോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥത്തിന് വലിയ ശക്തിയുണ്ട്. പ്രിയമുള്ളവരെ, അമ്മയോടൊപ്പം നമ്മൾ ചേർന്ന് മുന്നേറുമ്പോൾ അമ്മ നമ്മളെ ഇതാ ഈശോയുടെ ഈ കൃപയിലേക്ക്, വിമോചനത്തിലേക്ക് അമ്മ നമ്മളെ കൈപിടിച്ച് നയിക്കും. പ്രത്യേകമായിട്ട് ഈ കാലഘട്ടത്തിൽ കുടുംബ ബന്ധങ്ങളിൽ, ദാമ്പത്യ ബന്ധങ്ങളിൽ, ജോലിയിടങ്ങളിലൊക്കെ അസ്വസ്ഥപ്പെടുത്തുന്ന ബന്ധങ്ങളിൽ നിന്ന് വിടുതലും മോചനവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് അയച്ചു വന്നിട്ടുള്ള എല്ലാ പ്രാർത്ഥന നിയോഗങ്ങളും ഇതാ ഈ തിരുവൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. ദിവികാരണീശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് ദൈവ കൃപകൾക്കായിട്ട് ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ച് യാചിക്കാം. പരമകാരുണികനായ തമ്പുരാന്റെ സന്നിധിയിലേക്ക് നമ്മളെല്ലാവരും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധയമ്മ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കണമെന്ന്. ദൈവമേ, അമ്മയോടൊപ്പം വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുന്ന ഈ 2-ാം ദിനത്തിൽ തമ്പുരാനെ ഞങ്ങളെല്ലാവരും നിൻ്റെ സന്നിധിയിലേക്ക് ഇതാ ചേർത്ത് വയ്ക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വിടുതൽ ആവശ്യമായ എല്ലാ മേഖലകളെയും, പ്രത്യേകിച്ച് ഞങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന ചില തിന്മയുടെ ബന്ധനങ്ങൾ, ചില തെറ്റായ ബന്ധങ്ങൾ, ഞങ്ങളുടെ സമാധാനവും സന്തോഷവും നഷ്ടപ്പെടുത്തുന്ന ചില ജീവിത മേഖലകൾ, ചില ദുശീലങ്ങൾ, അടിമത്തങ്ങളെല്ലാം ദിവ്യകാരുണ്യ നിൻ്റെ സന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കുന്നു. കരങ്ങൾ യാചന രൂപത്തിൽ പിടിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിടുതൽ ആവശ്യമായ മേഖലകളെയും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവായ ഈശോയെ, നീ നൽകുന്ന ശാശ്വതമായ സമാധാനവും സ്വസ്ഥതയും ഞങ്ങൾക്ക് നീ പകർന്നു നൽകണമേ. സങ്കീർത്തനം 34:17 നീതിമാൻ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് വിമോചിപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, നിൻ്റെ സന്നിധിയിൽ നിൻ്റെ കാരുണ്യം ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ തിന്മയുടെ ബന്ധനങ്ങളെയും ചില തെറ്റായ കാര്യങ്ങളെയും എല്ലാം മാറ്റുവാൻ സഹായിക്കുന്നത്. ആ ദൈവകരങ്ങളിലേക്ക് നമ്മളെ ചേർത്ത് വയ്ക്കാം.
നമ്മുടെ പ്രാർത്ഥനകളെ, നിയോഗങ്ങളെ എല്ലാം ദിവികാരുടെ ഈശോയുടെ സന്നിധിയിലേക്ക്, പ്രത്യേകിച്ച് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരെയും ദിവികാരുടെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ അതിശക്തമായ ഇടപെടൽ, ദിവികാരുണ്യത്തിൻ്റെ വലിയൊരു സംരക്ഷണം, തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നമുക്കൊരു വിടുതലും മോചനവും ആശ്വാസവും നൽകുന്നതിന് കർത്താവ് നമ്മളെ ഈ തിരുവൽത്താരയിൽ നിന്ന് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും. നമ്മളെ തന്നെ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച്, കർത്താവെ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വലിയൊരു ആശ്വാസം, വലിയൊരു വിടുതൽ, വലിയൊരു മോചനം ഈ ദിവികാരുണ്യ ഈശോ നമുക്ക് പകർന്നു നൽകും. ഈശോ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളൊന്നു ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ഞങ്ങളുടെ തിന്മയുടെ എല്ലാ ബന്ധനങ്ങളിൽ നിന്നും വിടുതൽ നൽകി, മോചനം നൽകി, സൗഖ്യം നൽകി, ആശ്വാസം നൽകി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ പ്രാർത്ഥനകളെയും നിയോഗങ്ങളെയും ദിവികാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് വിടുതൽ നൽകുന്ന ആശീർവാദം, ഈശോ നൽകുന്ന വിടുതലിൻ്റെ ആശീർവാദം നമുക്കെല്ലാവർക്കും ഏറ്റവും ഭക്തിയോടെ കരങ്ങൾ കൂപ്പി, സാധിക്കുമെങ്കിൽ മുട്ടിന്മേലായിരുന്നു കൊണ്ട് ആ തമ്പുരാൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിയോഗ്യമായ പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് നേരം ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.